നിയുക്തി തൊഴിൽ മേള വഴി വിവിധ സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട്. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരളം, കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നിയുക്തി മെഗാ ജോബ് ഫെയർ 2024 നിയുക്തി 2024 ജോബ് ഫെയർ ഒക്ടോബർ 6 ശനിയാഴ്ച ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വെസ്റ്റ് ഹിൽ കോഴിക്കോട് വെച്ച് നടക്കുന്നു. സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖാന്തിരം നടത്തുന്ന തൊഴിൽ മേളയിൽ 70-ൽ പരം കമ്പനികളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ 2000-ൽ പരം ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള പരിപൂർണ ഡീറ്റെയിൽസിലേക്കൊന്ന് കടക്കാം. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് ഹില്ലിലുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടാണ്. ഇതിലേക്കുള്ള കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. 0495 23 70 17 9 ഇതാണ് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ. നമ്മൾ പറയാൻ പോകുന്ന മേഖലയിലെ കമ്പനികളാണ് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നത്. അതായത് ടെക്നിക്കൽ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, IT, ഹോട്ടൽ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഹെൽത്ത് കെയർ, സെയിൽസ് മാർക്കറ്റിംഗ്, മർച്ചൻ്റ് നേവി മുതലായ സെക്ടറുകളിലെ കമ്പനികളാണ് ഈ ഒരു തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഉദ്യോഗദായകർക്കും ഉദ്യോഗാർത്ഥികൾക്കും പേര് രജിസ്റ്റർ ചെയ്യാൻ www.jobfest.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ 0495 23 70 176 എന്ന നമ്പറിലോ 0495 23 70 178 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ഇനി നമുക്കിതിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം. കോഴിക്കോട് മേഖലയിലെ നിയുക്തി മേഗ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നതിന് ജോബ് സീക്കേഴ്സ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ പ്രവേശിച്ച് ഉദ്യോഗാർത്ഥിയുടെ വിവരങ്ങൾ പൂരിപ്പിച്ച ശേഷം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ലഭിക്കുന്ന ലോഗിൻ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ www.jobfest.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ജോബ് സീക്കർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ പ്രവേശിച്ച് ഉദ്യോഗാർത്ഥിയുടെ വിവരങ്ങൾ പൂരിപ്പിച്ച ശേഷം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ലഭിക്കുന്ന ലോഗിൻ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ഫോമിൽ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.